ഹായ് ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു. നമ്മുടെ ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തന്നാൽ മതി. 15 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾക്ക് നറുക്കെടുപ്പ് ഉണ്ടാവും. 3 പേർക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കേരള സാരി, സെറ്റ് സാരി, ആ ഒരു കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ്. നല്ല ടിഷ്യൂല് വരുന്ന സാരിയാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ, നല്ല രസമായിട്ട് നമ്മുടെ ആ ഒരു നോർമൽ കേരള സാരിയെക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ, ഹൗസ് വാമിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് വരുന്നത്. വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് സാരി വരുന്നത്. നിങ്ങൾക്ക് ഈ കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് ഒരു പിങ്ക് ഷെയ്ഡോ ഗ്രീൻ ഷെയ്ഡോ ആയിട്ട് പെയർ ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാം. രണ്ട് സൈഡിലേക്കും ആ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. ചെറിയ ബോർഡർ ആണ് കേട്ടോ വരുന്നത്. നല്ല രസമുള്ള പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഇതുപോലെ വരുന്നു. മുന്താണിയിൽ വരെ ഇതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. എങ്ങനെയാണ് വരുന്നത്? നല്ല ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ബ്ലൗസ് പീസിന്റെ ബോർഡേഴ്സിൽ നമുക്ക് ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സാരി വരുന്നത്? സാരിയുടെ പ്രൈസ് വരുന്നത് 1045 ആണ്. 1045 ആണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല രസമായിരിക്കും. നമുക്ക് ഇങ്ങനെ ഉടുത്ത് പ്ലീറ്റ്സ് സിംഗിൾ പ്ലീറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വന്നാലും ബോർഡറിലേക്ക് ഫ്രണ്ടിലേക്ക് ഈ ഒരു ബോർഡർ വരും. നല്ല രസമാണ്. ഇതിനകത്ത് കുറേ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആ ഒരു ബോർഡറിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ഇതാണ് ഇതുപോലെ മുന്താണിയുടെ എൻഡ് വരേക്കും അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൗസ് ഇത് കണ്ടോ, സാരി സിമ്പിൾ ആയിട്ട് വന്നുകൊണ്ട് ആ ഒരു ബോർഡറിലെ ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൗസിലേക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ തന്നെ ബ്ലൗസ് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ. കാരണം സാരി കുറച്ച് സിമ്പിൾ ആയിട്ട് വരുന്നു. ബ്ലൗസ് പീസ് നല്ല ഹെവി ആയിട്ടും വരുന്നുണ്ട്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ. ഇതെല്ലാം ടിഷ്യൂ സാരീസ് ആണ് കേട്ടോ വരുന്നത്. ഇതിനകത്ത് പ്രിന്റുകൾ വരുന്നത് ഇതുപോലെയാണ്. ബോർഡേഴ്സിലേക്ക് കുറച്ച് വലിയ ഫ്ലവേഴ്സും ബോഡിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ഫ്ലവേഴ്സും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറിന്റെ കോമ്പിനേഷനാണ് ആ ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ഇതാണ് മുന്താണി വരുന്നത്. ടാസൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ആ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ സെക്കൻഡ് ബോർഡർ ആയിട്ട് എല്ലാത്തിലും ആ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. പ്ലസ് ഇതുപോലെ നല്ല രസമായിട്ടുള്ള ആ ഒരു ബോർഡർ നമുക്ക് സ്ലീവിലേക്കും കൊടുക്കാൻ പറ്റും. പ്രൈസ് എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഞാൻ വേറെ എടുക്കുന്ന സെയിം സാരി തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ബോർഡേഴ്സിൽ മാത്രമായിട്ട് ആ ഒരു പ്രിന്റുകൾ വന്നിട്ട് ബോഡി പ്ലെയിൻ ആയിട്ട് വന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. ഇതുപോലെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഒതുക്കി നല്ല രസമാണ് അത് കാണാനായിട്ട്. ടിഷ്യൂ സാരിയും കൂടിയല്ലേ വരുന്നത്. ഇതിന്റെ ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ബോർഡേഴ്സിലേക്ക് മാത്രമാണ് ആ ഒരു പ്രിന്റുകൾ വരുന്നത്. അതുപോലെ തന്നെ ബ്ലൗസ് പീസും നല്ല ഹെവി ആയിട്ടും വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ആ ഒരു പ്രിന്റുകൾ ഹെവി ആയിട്ട് തന്നെ, സാരി സിമ്പിൾ ആയിട്ട് വരുന്നതുകൊണ്ട് ബ്ലൗസ് പീസ് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വേറെ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബ്ലൗസ് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പ്രൈസ് ഇതിൻ്റെയും സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ചുകൂടെ തിക്കായിട്ടും ഹെവി ആയിട്ടും വരുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് കുറച്ച് സ്പ്രെഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് വരുന്നത് കുറച്ചുകൂടെ ഹെവി ആയിട്ട് വരുന്ന പ്രിന്റുകളാണ് ഇതിനകത്തേക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ മുന്താണിയുടെ എൻഡ് വരേക്കും സെയിം ആയിട്ട് ആ സെയിം പ്രിന്റുകൾ തന്നെ പോകുന്നു. നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസിന്റെ ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡറിലേക്ക് ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവെന്റിലേക്ക് നമുക്ക് ഈ ഒരു ബോർഡറും കൂടെ വരും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നല്ല രസമുള്ള ഒരു ബോർഡർ, നല്ലൊരു പിങ്കിന്റെയും ഒരു എന്താ പറയാ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. സാരിയുടെ ബോഡിയിലും ആ സെയിം ആ ഒരു പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ പോണേ. നല്ല ഭംഗിയായിരിക്കും ഇത്. കാരണം ഇതിന്റെ എല്ലാം ഈ സിമ്പിൾ ആയിട്ട് ബോഡി വരുന്നതിന്റെ എല്ലാം എന്താ പറയാ ബ്ലൗസ് ഹെവി ആയിട്ട് വരും. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുണ്ട് ഇതുപോലെ മുന്താണിയുടെ എൻഡ് വരെ ആ ഒരു ബോർഡേഴ്സ് പോകുന്നു. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. വേണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ലൊരു ഗ്രീനിന്റെയും ഒരു ഓറഞ്ച് കളറിന്റെ എല്ലാം കോമ്പിനേഷനിൽ ഇതുപോലെ. ഇതിന്റെയും ആ ഒരു ബോർഡേഴ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഇതുപോലെ മുന്താണി ഇങ്ങനെ വരുന്നു. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ കുറച്ചുകൂടി ചെറുതായിട്ട് ബ്ലൗസ് പീസിൽ ഇതുപോലെ ഹെവി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. 1045 ആണ്.
അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു ടിഷ്യൂവിൽ തന്നെ വരുന്ന സാരിയാണ്. പ്രിന്റുകൾ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പിങ്കിന്റെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിന്റെ ബ്ലൂ കളറിന്റെ എല്ലാം കോമ്പിനേഷൻ വരുന്ന ഇതുപോലെ ഗോൾഡൻ ബോർഡർ രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ കുറച്ചുകൂടെ തിക്കായിട്ടും ഹെവി ആയിട്ടുമാണ് മുന്താണി വരുന്നത്. ഇവിടെയും ആ ഒരു ഗോൾഡൻ ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്താണിയുടെ എൻഡിലും. ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 1020 ആണ്, 1020 ആണ്. അടുത്തത് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ സാരിയാണ് കേട്ടോ. കോട്ടൺ സാരി നമുക്ക് കേരള സാരി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലാതെ ആണെങ്കിൽ പോലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇത് കണ്ടോ, സാരിയുടെ ബോഡി വരുന്ന ഇതുപോലെയാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് കേരള സാരി എന്നുള്ള ആ രീതിയിൽ സെറ്റ് സാരി ആ രീതിയിൽ മാത്രമല്ല, അല്ലാതെ നമുക്ക് വെയർ ചെയ്യാം. പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാനും പറ്റുന്ന ഒരു സാരി. ഇതിനകത്ത് ഇതുപോലെ ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് വാഷ് ചെയ്താലൊക്കെ പോകുന്ന പെയിന്റ് അല്ല, ഇതെല്ലാം ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്, നല്ല രസമായിട്ടുള്ള. അതുപോലെ തന്നെ സെൽഫായിട്ടൊരു ചെക്ക് പാറ്റേൺ അതിലേക്ക് വരുന്നുണ്ട്. ഒരു പിങ്കിന്റെ കോമ്പിനേഷനിലാണ് ആ ഒരു ചെക്ക് പാറ്റേൺ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കണ്ടോ, നമ്മൾ ഒരുപാട് നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് സാരി. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരുന്നു. കണ്ടോ, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ മുന്താണി വരുന്നത്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നമുക്ക് ആ ഒരു മുന്താണിയിലെ ആ ഒരു സെയിം കളറിലേക്കാണ് ബ്ലൗസ് പീസ് ആഡ് ചെയ്തേക്കുന്നത്. ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ ബോർഡർ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്ട്രൈപ്സ് പാറ്റേണും അതിലേക്ക് കൊടുക്കുന്നുണ്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 980 ആണ് കേട്ടോ. 980 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. അതിന്റെ മെയിൻ കോമ്പിനേഷൻ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. കളേഴ്സിന്റെ ഒരു ബ്ലൂവിന്റെ ഒരു വയലറ്റ് ഷെയ്ഡിന്റെയും ഗ്രീനിന്റെയും കോമ്പിനേഷനാണ് ബോഡിയിലേക്ക് വരുന്നത്. ഇതിനകത്തൊരു മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാം. വേണ്ട ഇങ്ങനെ. ഇതിനകത്ത് ബ്ലൗസ് പീസ് കൊടുക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ, ഇതുപോലെ. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേയുടെയും ഒരു ബ്രൗൺ കളറിന്റെ എല്ലാം കോമ്പിനേഷനിലേക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയാണ്, ഉടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഭയങ്കര കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കംഫർട്ടബിലിറ്റി കിട്ടും. ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറച്ച് നിൽക്കുന്ന ആ ഒരു കോട്ടൺ അല്ല. കുറച്ച് നമുക്ക് ലൂസായിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാർജ് ചെയ്താൽ ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. മുന്താണി വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്. ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡും ഒരു മെയിൻ ആയിട്ട് കോമ്പിനേഷൻ വരുന്നത് പിങ്കിന്റെ തന്നെ. നമ്മൾ നേരത്തെ ഒരു പിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. എല്ലാ ഷെയ്ഡുകളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബോർഡേഴ്സ് ഒക്കെ കണ്ടോ, ചെറിയ ബോർഡർ, നല്ലൊരു ഗോൾഡൻ ബോർഡർ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പെയർ ചെയ്യാം. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒരു ബ്ലൂവിന്റെയും വൈലറ്റിന്റെ എല്ലാം കോമ്പിനേഷൻ അതിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ബ്ലൂ കളറിലാണ് ആ ഒരു ചിക്ക് പാറ്റേൺ, ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോയേക്കുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. അത് ഫാബ്രിക് പെയിന്റാന്ന് പറയത്തുള്ളൂ. നമുക്ക് കണ്ടാൽ അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും ആ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനിന്റെ കോമ്പിനേഷൻ തന്നെയാണ്. ഗ്രീൻ രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് നേരത്തെ കണ്ടത് ഡിഫറെന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് വേറെ വേറെ കാണിക്കുന്നത്. ഗ്രീനിന്റെ ഒരു വയലറ്റ് കളറിന്റെയും കോമ്പിനേഷനാണ് ബോഡിയിലേക്ക് കൊടുത്തേക്കുന്നത്. ഒരു മയിൽപീലിയുടെ ആ ഒരു ഇതിലേക്കാണ് കേട്ടോ ആ ഒരു ചെയ്തേക്കുന്നത്, പെയിന്റ് ചെയ്തേക്കുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു ഓണിയൻ പിങ്കിന്റെയും ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ എല്ലാം കോമ്പിനേഷൻ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. നല്ല രസമല്ലേ കളർ കോമ്പിനേഷനും കാണാനായിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നുണ്ട് സാരിയിലൊക്കെ ഫാബ്രിക് പെയിന്റ്. നല്ല രസമല്ലേ അവരുടെയൊക്കെ ഒരു കഴിവെന്ന് പറയുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതുപോലെ വരുന്നു. ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പ്ലെയിൻ ടിഷ്യൂ സാരിയാണ് കേട്ടോ. ഒന്നും ഇതിനകത്ത് വരുന്നില്ല, വർക്കോ കാര്യങ്ങളോ പ്രിന്റുകളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ടിഷ്യൂ സാരി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. മുന്താണിയുടെ എൻഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും വരുന്നില്ല ഇതിലേക്ക്. ഇതിന്റെ ബ്ലൗസ് ആണ് കുറച്ച് ഹെവി ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒരുപാട്
സാരിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസ്. ഇതിന് ബ്ലൗസിന്റെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ്. നല്ല ഭംഗിയായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത നല്ല രസമുള്ള ബ്ലൗസ്. അത് കളർ ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾ കണ്ടത് നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡ്. ഇതുപോലെ അത്രയും ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ, അതിനകത്തേക്കും നല്ല ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്കും സ്വീക്കൻസിന്റെ വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ സെറ്റിന്റെ ബ്ലൗസ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. പ്രൈസ് വരുന്നത് 639 മാത്രമാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ആ സെയിം സാരി തന്നെയാണ്, പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ സാരി. ബ്ലൗസ് പീസിന്റെ കളർ ചേഞ്ച് ചെയ്താ വരുന്നത്. നല്ലൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ അല്ലെങ്കിൽ ടീൽ ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അതിന്റെ ആ ഒരു വർക്ക് വരുന്നത്. നല്ല ഹെവി ഫീൽ തരുന്ന ബ്ലൗസ് തന്നെയാണ്. നമുക്ക് വേറെ ഇതിനൊക്കെ സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലൗസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നതും കോട്ടൺ തന്നെയാണ്. ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്രീം കളറിലേക്ക്. ഇതിനകത്ത് ബോർഡേഴ്സ് ഇതുപോലെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഫ്രണ്ടിലേക്കാണ് കേട്ടോ ബോർഡർ വരുന്നത്. ബോർഡറിൽ ഇതുപോലെ നല്ലൊരു കോപ്പറിന്റെ ജെറിയിൽ വരുന്ന ഒരു വർക്കും ഒരു റോയൽ ബ്ലൂ കളറിന്റെ കോമ്പിനേഷനിൽ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും കൂടെ കൂടിയാണ് വരുന്നത്. ആ ഒരു സെയിം ത്രെഡിന്റെ തന്നെ വർക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ കുറച്ചുകൂടെ ഹെവി ആയിട്ട് തന്നെ മുന്താണി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡ്സിലേക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു ഇങ്ങനെ വിത്ത് ബോർഡറോട് കൂടിയിട്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 895 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടത് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത്. ഇതിലേക്ക് തന്നെ ആ ഒരു എന്താ പറയാ കോപ്പറിന്റെ ചെറിയുടെ ആ ഒരു ബോർഡർ ആണ് കൊടുക്കുന്നത്. ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് എല്ലാം ബോഡിയിലേക്കും ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. ബോഡി പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിന്റെ പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നതും നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ബോഡി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നു. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല രസമുള്ള ഒരു മയിലും എല്ലാം ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. സിമ്പിൾ ആയിട്ട് വരുന്ന സാരിയാണ്. ഇതുപോലെ മുന്താണിയിൽ മാത്രമേ ആ ഒരു വർക്ക് വരുന്നത്. ബാക്കി ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡോ റെഡോ ഏത് വേണമെങ്കിലും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. സാരിയുടെ പ്രൈസ് വരുന്നത് 520 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്നത്തെ കേരള സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്, മറക്കണ്ട. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.